إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 222-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈലുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു ആയത്താണ് അൽ ബഖറ സൂറത്തിലെ വയസ്അലൂനക അനിൽ മഹീൽ. ഹൈലിനെ കുറിച്ച്, മെൻസസിനെ കുറിച്ച് നബിയെ താങ്കളോട് അവർ ചോദ്യം ചോദിക്കുന്നു, അതിന് കൃത്യമായി മറുപടി നൽകണം റസൂലേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ, ഹുവ അതൊരു ഉപദ്രവമാണ് എന്ന് പറഞ്ഞാൽ അത് വ്യംഗ്യമായി പറഞ്ഞതാണ്, കാരണം അത് മ്ലേച്ഛമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ ഹൈലിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണം എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. വലാ തഖ്റബൂഹുന്ന ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ അവരെ സമീപിക്കരുത്. പക്ഷെ ജാഹിലിയ കാലത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും അവർ അനുസരിച്ചിരുന്നില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ വിശദീകരിക്കുന്നത്. ഇനി അവർ ശുദ്ധിയാകുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലാകുന്നതാണ്, അതിന് വിരോധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ, പശ്ചാത്താപിച്ചു മടങ്ങുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജാഹിലിയ കാലത്ത് എന്തെങ്കിലും തരത്തിലെ പുണ്യവാസങ്ങൾ ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ അവർ തൗബ ചെയ്ത് മടങ്ങുന്നതോടുകൂടി അവരുടെ മുൻകാല പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തിരിക്കുന്നു. ഇതൊക്കെയാണ് അതിലേക്കുള്ള സൂചനകളാണ്. ഈ തവ്വാബ് അവർ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അല്ലാഹു ശുദ്ധിയുള്ളവരെയും ശുദ്ധിയാക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ശാരീരിക മാനസിക ശുദ്ധിയും പുലർത്തണം ഒരു വിശ്വാസി. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആയത്തുകളെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനി ഒരാളോട് സംശയം ചോദിക്കാനില്ലാത്ത വിധം നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കിക്കൊണ്ട് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ചെറുതും വലുതുമായ വിഷയങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.